പലപ്പോഴും നമ്മൾ നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞ് ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ പലപ്പോഴും പ്ലാൻ ചെയ്യാറുണ്ട് ഇന്നെങ്കിലും വീട്ടിൽ പോയി കുറച്ചു നേരം കുടുംബാംഗങ്ങളോടൊപ്പം കുട്ടികളോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പ്രായമായ പാരൻസ് ഉണ്ടെങ്കിൽ അവരോടൊപ്പം ഒക്കെ കുറച്ചു നേരം ചിലവഴിക്കണമെന്ന് അല്ലേ? നമ്മളെല്ലാം അങ്ങനെ വിചാരിക്കാറില്ലേ? പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കാറ്? പലപ്പോഴും വീട്ടിലെത്തി കഴിയുമ്പോൾ ഈ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും നടക്കാറില്ല. നമ്മൾ അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് മാറിപ്പോവാറുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ഫോൺ കോൾ വരാം, അല്ലെങ്കിൽ വേറൊരു അത്യാവശ്യത്തിന് നമുക്ക് വീണ്ടും പുറത്തു പോകേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി തിരക്കുകളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വന്ന കാര്യം പലപ്പോഴും നടക്കാറില്ല. അപ്പൊ നമ്മൾ അത് പിന്നെയാകാം എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ ഓർക്കുക, പലപ്പോഴും നമ്മൾ പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന പല കാര്യങ്ങളും നടക്കാറില്ല, അല്ലെ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. ക്വാളിറ്റി ടൈമിനെ കുറിച്ചാണ്. അപ്പൊ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആഡംബരമല്ല, അതൊരു ഉത്തരവാദിത്വമാണ്. നമ്മളുടെ കുടുംബാംഗങ്ങളോടൊപ്പം കുറെ സമയം ചെലവഴിക്കുക, കുട്ടികളോടൊപ്പം കുറെ കളിക്കുക, ചിരിക്കുക, അവരുമായിട്ട് സംസാരത്തിൽ ഏർപ്പെടുക, അതുപോലെ വീട്ടിലെ മറ്റംഗങ്ങളുമായിട്ടൊക്കെ നമ്മൾ കുറച്ചു നേരം ചിലവഴിക്കുക എന്നുള്ളത് ഒരു ഹെൽത്തി ഫാമിലിക്ക് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് തീർച്ചയായിട്ടും ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ള ബോണ്ടിങ്ങിനും പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനും ഒക്കെ സഹായിക്കും. നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഒരു അഭിരുചി എന്താണ്, അവരുടെ താല്പര്യങ്ങൾ എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നൊന്നും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കാറില്ല. അതുപോലെ തന്നെ തിരിച്ചും കുട്ടികൾക്ക് പലപ്പോഴും പാരൻസിന്റെ ഒരു ആറ്റിറ്റ്യൂഡും ഒരു മനോഭാവവും എന്താണെന്നുള്ളത് കുട്ടികൾക്കും പലപ്പോഴും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാറില്ല, അല്ലെ? അപ്പം തീർച്ചയായിട്ടും ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് എല്ലാ വ്യക്തികൾക്കും വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞ് ഓഫീസിൽ നിന്നും വരുന്ന അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിന്ന് വരുന്ന കോളുകൾ നിർബന്ധമായും അറ്റൻഡ് ചെയ്യണം എന്നൊരിക്കലും ഞാൻ പറയില്ല. ഞാൻ അതിനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം നമ്മൾ പകൽ മുഴുവൻ നമ്മുടെ പകൽ സമയം മുഴുവൻ നമ്മൾ ജോലി സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നീട് വീട്ടിൽ വന്നതിന് ശേഷമുള്ള സമയം നമ്മൾക്ക് വീട്ടുകാരോടൊപ്പം ചെലവഴിക്കാനുള്ള സമയമാണ്. അത് നമ്മളുടെ ഒരു അവകാശമാണ്. അപ്പോൾ ആ സമയത്തും ഓഫീസിൽ നിന്ന് വരുന്ന ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ഒരു ജോലിയോടുള്ള ഒരു ഡെഡിക്കേഷന്റെ ഭാഗമായിട്ട് ഞാൻ കാണുന്നില്ല. അതിന് പകരം അത് നമുക്ക് അതിരുകൾ നിശ്ചയിക്കാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നം മാത്രമാണ്. അപ്പൊ അങ്ങനെ വീട്ടിലെത്തിക്കഴിഞ്ഞാലും പലപ്പോഴും ഫോൺ കോളുകൾ വരാറുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ സുപ്പീരിയറിനോട്, നമ്മളെ മേലധികാരിയോട് നമ്മൾക്ക് വളരെ പൊളൈറ്റ് ആയിട്ട് പറയാം, ഇത്ര മണിക്ക് ശേഷം ഞാൻ അവൈലബിൾ ആയിരിക്കില്ല എന്നുള്ളത്. ക്വാളിറ്റി ടൈം എന്നുള്ളത്, അതായത് കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു നഷ്ടമല്ല. അത് ലൈഫിലെ ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ ക്വാളിറ്റി ടൈം ഇസ് നോട്ട് അബൌട്ട് ഹാവിങ് ടൈം, ഇറ്റ് ഈസ് അബൌട്ട് മേക്കിംഗ് ടൈം, നോട്ട് ദ പോയിന്റ്. ഓക്കെ, മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.